അപ്പൊ അതേ രാവിലെ 10 മണി ആയിട്ടുണ്ട്. അപ്പൊ അതേ നമ്മൾ നേരത്തെ എണീറ്റ്. അപ്പൊ അതേ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്നിപ്പോ നമുക്ക് ഇടിയപ്പവും തേങ്ങാപ്പാലും. ഇന്ന് നമുക്ക് രാവിലെ തന്നെ അങ്ങോട്ട് പോകണം. നമ്മൾ പള്ളിയിൽ പോയില്ല. വൈകിട്ടാണ് നമുക്ക് അവിടെ കപ്പേള പെരുന്നാളിന് പോകണം. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ദേ അവിടെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മാതളം ഉൾപ്പെടെ അവനോടുക്കാൻ വേണ്ടി മേടിച്ചതായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി രണ്ടെണ്ണം ഇരിക്കണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് അപ്പഴ് ജ്യൂസ് അടിച്ചതാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ മെയിൻ ആയിട്ട് ജ്യൂസ് അടിക്കണത് ഞങ്ങളല്ല കേട്ടോ. അപ്പഴാണ് ജ്യൂസ് അടിക്കണത്. എന്ത് സാധനം കിട്ടിയാലും ജ്യൂസ് അടിക്കും. വാട്ടർ മെല്ലാണ് മെയിൻ. ഞാൻ കുടിച്ചു നോക്കട്ടെ എന്തായാലും. അപ്പതേ നമ്മള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ചു നേരമായിട്ടുള്ള വന്നിട്ട്. അപ്പതേ ഇപ്പൊ ഇവിടെ പപ്പ ഇഷ്ടത്തിന് മാത്രമേ ഉള്ളൂ. പപ്പതേ സൂപ്പർ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പതേ ബാക്കി കുറച്ച് പരിപാടിയൊക്കെ ഉള്ളൂ. അതേ സാലഡ് ഉണ്ടാക്കണം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ ബാക്കി എല്ലാം പപ്പ ചെയ്തിട്ടുണ്ട്, ഇഷ്ടത്തിനും പപ്പയും കൂടി. അപ്പൊ അതേ സാലഡ് ഉണ്ടാക്കട്ടെ. അപ്പതേ പപ്പയും മോനും കൂടി നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫും അതുപോലെ ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ അല്ല, ചിക്കൻ കറിയായിരുന്നേ. അപ്പൊ എല്ലാം നല്ല സൂപ്പറാണ്. അപ്പൊ പിന്നെ ഒരു ബിരിയാണി എക്സ്പേർട്ട് ആണ് കേട്ടോ. നമ്മൾ കഴിക്കാണേ. അപ്പതേ നമ്മളെല്ലാരും കൂടെ ഫുഡ് കഴിക്കണേണ്. അപ്പതേ നമ്മുടെ കുഞ്ഞൂസിനെ അവിടെ കിടത്തിയേക്കണേണ് കേട്ടോ. അപ്പതേ നമ്മുടെ ലിയോ മോനാണെങ്കിൽ അവന് കൊടുത്തേക്കണ ഫുഡ് കഴിക്കാണ്ട് നമ്മുടെ എല്ലാവരുടെയും മുന്നേ നടന്ന് മേടിക്കലാണ് പരിപാടി. പപ്പയുടെ അടുത്ത് എപ്പോഴും സ്ഥിരമായിട്ട് ചെല്ലാനാണ് കേട്ടോ. അപ്പതേ പപ്പ കഴിച്ചു കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്റെ അടുത്ത് വന്നേക്കണേ കേട്ടോ. അവനിങ്ങനെ പുന്നാരിച്ച് നമ്മൾ ഒരെണ്ണൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കൂട്ടോ. അപ്പൊ അവനെങ്ങനെ കഴിക്കാനാ ഇഷ്ടം. ആരുടെ ബൈക്കിലിരിക്കണ കുഞ്ഞു അപ്പയുടെ വണ്ടിയിലാണാ എന്തിങ്ങനെ നോക്കണത്? എന്താടാ ചക്ക ഇങ്ങനെ നോക്കണത്? അപ്പതേ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി നല്ലോണം കാണാൻ പറ്റൂട്ടത്. അതാണ് നമ്മുടെ കപ്പേള. അപ്പൊ സ്റ്റേജിനൊക്കെ അങ്ങോട്ട് പോയിക്കണേ. സ്റ്റേജിനും അപ്പയും ചെന്നിട്ടുണ്ട്. അപ്പൊ കപ്പേളയുടെ അവിടെ കസേരയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിട്ട് പോയിക്കണേ. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് വൈകിട്ടാണ് അവിടെ കുർബാന. അപ്പൊ നമുക്ക് വൈകുന്നേരം അവിടേക്ക് പോവാം. അപ്പതേ ഞാനങ്ങോട്ട് ക്രിസ്മസിന് പോയിട്ട് പിന്നെ 2 ആഴ്ച അവിടെ നിന്ന കാരണം നമ്മുടെ ലുവാനുക്കുട്ടനാണ് കേട്ടോ. അപ്പൊ ആകെ വണ്ടർ അടിച്ചിരിക്കണത്. അവൻ ഇവിടെ ആകെ വന്നിട്ട് മറ്റേ സിനിമയിലെ ജയറാമിന്റെ പോലെ നിക്കണേണ്. ഒന്നും മനസ്സിലാവാത്ത പോലെ. ഫോട്ടോ കണ്ടപ്പോഴാണ് കൊച്ചിന് എല്ലാം മനസ്സിലായത്. ലുവയുടെ ബേബിയാണ് ഇപ്പോൾ ഫോട്ടോ. ബേബിയാണ് ഇപ്പോൾ. ബേബി നോക്കി കുഞ്ഞു നോക്കി ബേബി ബേബി ലുവ അമ്മ അമ്മപ്പ ഇടലുവ. അയ്യോ അത് വേണ്ട. അങ്ങനെ തൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ വലിച്ചു വലിച്ചെടുക്കും. ഹായ്, അതിന്റെ ലൈറ്റ് ഉണ്ടല്ലോ കുഞ്ഞു. ലൈറ്റ് ഓൺ ആക്കിയേ. ലൈറ്റ് ഉണ്ടല്ലോ. ലൈറ്റ് ഇടാം നമുക്ക്. ആരാ അതെ ഇതിലെവിടെ ലുവ? എവിടെ ലുവ? ഇതിന്റെ അകത്ത് നമ്മള് ക്രിസ്മസിന് പോയിട്ട് ഇപ്പോഴാണ് തിരിച്ചു വന്നത്. 2 ആഴ്ച അവിടെ നിന്ന്. അപ്പൊ അതാരണം തന്നെ ലുവക്ക് വീട് കണ്ടിട്ട് ആദ്യം സ്റ്റേജിന് എടുത്തപ്പോ തന്നെ കരഞ്ഞിട്ടാ. കുറച്ചു ദിവസം ആയല്ലോ സ്റ്റേജിനെ കണ്ടിട്ട്. അത് കാരണം വീഡിയോ കോൾ കാണുമ്പോ ചിരിക്കും. പക്ഷെ നേരിട്ട് കണ്ടപ്പോ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് കരയാൻ തുടങ്ങിട്ടാ. അപ്പൊ അത് ഇന്നിപ്പോ ഇവിടെ വീട്ടിൽ വന്ന് നമ്മുടെ റൂമിലേക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കണേണ്. ഇപ്പൊ അവന്റെ ടോയ്സ് ഓരോന്നൊക്കെ അമ്മ എടുത്തുണ്ടെന്ന് കാണിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേട്ടാ. ഇപ്പോഴാണ് ഒന്ന് ആൾക്ക് മനസ്സിലായത് നമ്മൾ കൊറേ ദിവസമായാലും ഇവിടെ നിന്ന് പോയിട്ട്. ലുവ കളിക്കണേനാ? ലുവേടേനത്? കപ്പേളപ്പള്ളിയിൽ പെരുന്നാളിന് പോവാട്ടോ. അവിടെ അതേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം. നമ്മൾ റെഡി. കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ, സർവ്വ
അപ്പൊ ഇവന് ചൂടെടുത്ത കാരണം നമ്മളിത് കുഞ്ഞുപ്പയുടെ വീട്ടിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവനെ ഉറക്കി. പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യ കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ. കുർബാനയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്തേ അവരിതുപോലെ മത്താപ്പൊക്കെ കത്തിക്കാൻ നിന്നിട്ട് അപ്പൊ ഈ സ്റ്റേജിനും അതുപോലെ പപ്പയുടെ ചേട്ടന്റെ മോനും ഒക്കെ കൂടിയാണ് കത്തിക്കണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സാധാരണ ഇതൊന്നുമല്ല, നല്ല കുറേ പൊട്ടിക്കാറുണ്ട്. ഈ പ്രാവശ്യം കുറവായിരുന്നിട്ടാ. അപ്പതേ ഞങ്ങളെല്ലാരും കൂടെ ഫോട്ടോസൊക്കെ എടുക്കണായിരുന്നു. അപ്പതേ ഞങ്ങളും വീഡിയോസൊക്കെ എടുത്തിട്ടാ. അപ്പതേ കുഞ്ഞൂസാണെങ്കിൽ പടക്കം പൊട്ടിയതൊക്കെ കാരണം ആരുടെ അടുത്തും പോകണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരുടെ അടുത്തും പോയിട്ട് അവൻ കരച്ചിലായിരുന്നേ. അപ്പൊ എല്ലാവരും അവൻ എടുക്കാനൊക്കെ നോക്കി. പക്ഷെ അവൻ പോയിട്ട് അപ്പൊ തന്നെ കരഞ്ഞ് തിരിച്ചു പിടിച്ച് വരായിരുന്നു കേട്ടാ. പിന്നെ നമ്മളിതേ സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ രൂപമൊക്കെ മൊത്താൻ പോയിട്ടാ. അത് കഴിഞ്ഞ് അവിടെ നേർച്ചയൊക്കെ ഉണ്ടായി. ഉണ്ണിയപ്പോൾ ലഡുവൊക്കെ ഉണ്ടായി നേർച്ച. അപ്പൊ അത് ചേട്ടനും അവനെ എടുക്കാൻ നോക്കണേന്ന് കുറെ മയക്കി വിളിക്കാനൊക്കെ നോക്കി. പക്ഷെ കുറെ നേരം ഇങ്ങനെ നോക്കിയിരിക്കണതല്ലാണ്ട് അങ്ങോട്ട് ചെല്ലണത് പോലും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ അവൻ ചെല്ലാറുള്ളതാട്ടോ എല്ലാവരുടെ അടുത്തും. പിന്നെ എല്ലാരും കൂടി കുറെ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അതേ നമ്മള് ബേബിനെ കുളിപ്പിക്കാൻ പോവാണ്ട്. അവനെന്തെങ്കിലും കൊടുത്തിട്ട് അവനൊന്നും കഴിച്ചിട്ടില്ല. നമ്മളുടെ ഫുഡിങ് കഴിഞ്ഞു. പപ്പയുടെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് നമ്മൾ അപ്പവും സ്റ്റൂ ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ അതേ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അതേ നമ്മുടെ കപ്പേള പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളപ്പോ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ഇപ്പോഴാണ് വന്നത്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഫുഡ് പപ്പയുടെ ചേട്ടന്റെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ചേച്ചി നമുക്ക് അപ്പവും സ്റ്റൂ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ആയിരുന്നേ. അപ്പൊ നമ്മളെല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ വന്നാണ്. അപ്പൊ അതേ അമ്മതേ ലുവക്ക് കുറുക്ക് കൊടുത്തോണ്ടിരിക്കണേട്ടോ അവിടെ കാണുന്നത്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.